എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അമ്മ സംഘടനയിൽ നടന്ന കൂട്ടയടിയെ പറ്റിയാണ്. അത് പറയണമെന്ന് എനിക്ക് തോന്നി. എന്താ വെച്ചാൽ കുറെ കാലം മുന്നേ, ഒരു വർഷം മുന്നേ നല്ല രീതിക്ക് പീഡന കഥ തന്നെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമാ നടന്മാരും പീഡനത്തിൽ ചെന്നങ്ങ് പേര് കേട്ട് എല്ലാവരുടെ സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ, അങ്ങനെ ഇഷ്ടം പോലെ, ബാലേന്ദ്ര മേനോന്, പിന്നെ ഇവരുടെയൊക്കെ വോയിസുകൾ വെളിവരിക എന്തൊക്കെയാണ് കേട്ടെ. അന്ന് അമ്മ സംഘടന ഇപ്പൊ അല്ലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അനുസരിച്ച് അമ്മ സംഘടനയിലെ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന സ്ത്രീകൾക്കെങ്കിലും അവിടെ സിനിമാ രംഗത്തേക്ക് ഇനി പുതിയ പെൺകുട്ടികൾക്ക് കടന്നു വരാം. എന്താണെന്ന് ചോദിച്ചാൽ ഇവന്മാരുടെ ഈ പീഡനങ്ങളും ഈ വൃത്തികെട്ട സംസാരങ്ങളും അശ്ലീല ചുവയുള്ള സംസാരങ്ങളും ഒക്കെ ഒഴിവാക്കാൻ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന സ്ത്രീകളാണ് അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമല്ലോ എന്നുള്ള ഒരു വിചാരം എല്ലാവർക്കും ഉണ്ടായി. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നു. പഴയ എല്ലാ ആൾക്കാരെ എടുത്തെറിഞ്ഞേച്ച് പുതിയ പെണ്ണുങ്ങളാണ് സ്ഥാനമേറ്റ്. സെക്രട്ടറി ആയിട്ട് നമ്മുടെ ശ്വേതാ മേനോൻ, ജോയിന്റ് വൈസ് പ്രസിഡന്റ് അല്ലെ സെക്രട്ടറി അല്ല പ്രസിഡന്റ് ആയിട്ട് ശ്വേതാ മേനോൻ, വൈസ് പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ ലക്ഷ്മി പ്രിയ, ജനറൽ സെക്രട്ടറി ആയിട്ട് കുക്കു പരമേശ്വരൻ, ട്രഷറായിട്ട് ആകെ കൂടിയുള്ള ഒരേ ഒരു ആൺതരി ട്രഷറായിട്ട് ഉണ്ണി ശിവപാല്, ജോയിന്റ് സെക്രട്ടറി ആയിട്ട് നമ്മുടെ അൻസിബ ഹാസൻ, എല്ലാവരെയും അറിയാവുന്നവര്. അപ്പം ഇവരൊക്കെ വളരെ കാര്യമായിട്ട് സ്ഥാനം ഏറ്റുകഴിഞ്ഞ് അവിടെ ഒരു ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഒരു പെൺകുട്ടിയെ നിർത്തി, അതുല്യ എന്ന് പറയുന്നു. സെക്രട്ടറി കോഴ്സൊക്കെ പാസ്സാകണം, നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ വേണം കേട്ടോ ഈ ആ ജോലിക്കൊക്കെ. പക്ഷെ അവിടെ ഇപ്പൊ കേട്ട് വന്നിടത്തോളം ഈ വക ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. പരദൂഷണം അത്യാവശ്യം നല്ലപോലെ പറയാൻ പഠിക്കണം, അത്യാവശ്യം കുത്തിത്തിരിപ്പും ചെയ്യാൻ പഠിക്കണം. ഇത്രയും ചെയ്താൽ മതി. അതായിരുന്നു അവിടെ വേണ്ടത്. പക്ഷെ ഈ പെൺകുട്ടി ജോലിക്ക് കയറിയ ഉടനെ തന്നെ ഉണ്ണി ശിവപാലും ഒരു ഏകാന്ത കാമുകനാണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. അത് കാരണം അയാളുടെ കുസൃതിക്കൊക്കെ നിന്ന് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം ഉണ്ണി ശിവപാല് അതുല്യോട് പറയുന്നു. അതായത് നീ എന്റെ ഇഷ്ടത്തിനൊക്കെ നീ അനുസരിച്ച് അങ്ങ് നിൽക്കുവാണെങ്കിൽ, രാത്രി മെസ്സേജ് ഒക്കെ അയച്ച് വേറൊരു വഴിക്ക് ശല്യമുണ്ട്, അങ്ങനെ ഒലിപ്പീര് ടീം. അപ്പൊ അങ്ങനെ എന്റെ ഇഷ്ടത്തിന് നിൽക്കുവാണെങ്കിൽ നിനക്കിവിടെ ഒരു രാജകുമാരിയെ പോലെ ഈ ജോലി ചെയ്തു പോവാം. അതല്ല എങ്കിൽ നീ ചായ വെപ്പും കക്കൂസ് കഴുക്കും ഒക്കെ ആയിട്ട് നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആ പെണ്ണ് രണ്ടാമത്തെ വഴിയാണ്, മിടുക്കിയായ പെങ്കൊച്ച് രണ്ടാമത്തെ വഴിയാണ് തെരഞ്ഞെടുത്തത്. അഭിമാനത്തിന് വില കൊടുക്കുന്നതുകൊണ്ട് അയാളുടെ കുസൃതിക്ക് കണ്ണടച്ച് കൊടുത്തേച്ച് വലിയ ശമ്പളം മേടിച്ച് മിടുക്കിയായിട്ട് പോകാനല്ല പെൺകുട്ടി നോക്കി. അങ്ങനെ കക്കൂസൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേന് ഇയാൾ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതിനപ്പുറം കുക്കുവോ നിൽക്കുകയല്ല, ജനറൽ സെക്രട്ടറി നിന്നെ അവൾ പീഡിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ അയാൾ പറയുന്നുണ്ട്. ഏതായാലും അത് തന്നെ നടന്നു. ആ രീതിക്ക് കുക്കു മാക്സിമം ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട് പല കാര്യത്തിൽ. എന്നിട്ട് പിന്നെ അതിന്റെ ജോലി എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ആ പെൺകുട്ടി അവസാനം കൊണ്ട് അമ്മ സംഘടനയുടെ പ്രസിഡന്റായ സേതാ മേനോന് പരാതി കൊടുക്കുന്നു. അവിടുന്ന് വലിയ ആക്ഷൻ ഒന്നും ഉണ്ടായില്ല. അപ്പൊ പെൺകുട്ടി കേസ് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. അപ്പൊ ഇപ്പൊ അതിനൊരു ആക്ഷൻ ഉണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ കുക്കുവിനോട് തക്കാലം വീട്ടിൽ കുത്തിയിരിക്കാൻ പറഞ്ഞു. ശിവപാലിനോട്, ഉണ്ണി ശിവപാലിനോട്, ശിവപാലിനെ ദുബായ്ക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. ഇത് വലിയ ആക്ഷൻ ഒന്നുമല്ല, കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം. പക്ഷെ ഒരു ഗുണമുണ്ടായി, പിരിച്ചുവിട്ട പെൺകുട്ടിയെ തിരിച്ചെടുത്തിട്ടുണ്ട്. എടുത്തില്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ് ഒന്നുകൂടെ ആകെ പ്രശ്നമാകും, അല്ലെ കേസും വഴക്കുമൊക്കെ ആകും എന്നുള്ള ഒരു വിചാരത്തിലായി ഏതായാലും തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഇന്ത്യ ലൈവ് എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് ഇത് കേട്ടത്. പുള്ളി പറയുന്നത് കേൾക്കാം. ആ പരാതിയിൽ എന്തൊക്കെയാ പറയുന്നത്? മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാലിന് അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയായ യുവനടി അൻസിബ ഹസനുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് പറയണം എന്ന് ഈ അതുല്യയോട് ആവശ്യപ്പെട്ടു. തീർന്നില്ല, അതുല്യയുടെ പരാതി പറയാണ്. വൈകുന്നേരം 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചില ആളുകൾ ഗസ്റ്റ് ആണെന്നും പറഞ്ഞ് അമ്മയുടെ ഓഫീസിൽ വരും. അവരുടെ പേരൊന്നും ഗസ്റ്റ് രജിസ്റ്ററിൽ എഴുതാൻ പാടില്ല. ക്യാമറകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നല്ല ക്യാമറയൊക്കെ മാറ്റി വൈകുന്നേരം 5 മണി കഴിഞ്ഞ് വരുന്നവരെ കാണാതിരിക്കാനാണോ എന്നറിയില്ല. ഏതായാലും അമ്മയിൽ ചക്ക കുഴയുന്ന പോലെ കാര്യങ്ങൾ കുഴഞ്ഞു എന്ന് മാത്രമല്ല, വല്ലാത്ത ദുർഗന്ധവും പുറത്തു വരികയാണ്. ഏതായാലും ഈ അതുല്യ പരാതി കൊടുത്തിട്ടുണ്ട്. അതുല്യ പറയുന്നത്, ഞാൻ ഈ പരാതി പിൻവലിക്കില്ല. ഉണ്ണി ശിവപാൽ വന്നിട്ട് എനിക്കെതിരെ നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾക്ക്, എന്നെ ഉപദ്രവിച്ചതിന് രേഖാമൂലം എനിക്ക് മാപ്പ് എഴുതി തരണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകും. മാത്രമല്ല, വളരെ ഗുരുതരമായ ഒരു ആരോപണം ശ്വേതാ മേനോൻ കേൾക്കണം. ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഇല്ലല്ലോ, ലക്ഷ്മി പ്രിയ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ നേതാക്കന്മാർ കേൾക്കണം. അതുല്യ വലിയൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. അതുല്യ പറയുന്നത് എന്താണെന്നറിയോ? തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എല്ലാ സ്ഥാപനങ്ങളിലും ഒരു പരാതി പരിഹാര സമിതി, ഇന്റേണൽ കംപ്ലൈൻറ്റ് സെല്ല് വേണം. അമ്മയിലില്ല. അമ്മയ്ക്ക് വലിയൊരു കൂറ്റൻ ഓഫീസൊക്കെ ഉണ്ട്. ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ, ലക്ഷമൊന്നുമില്ല കോടികൾ മുടക്കി ഉണ്ടാക്കിയ ഒരു പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഓഫീസൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ജീവനക്കാരും ഉണ്ട്. ആ ജീവനക്കാർക്ക് ഒരു പരാതി വന്നാൽ ആ പരാതി കേൾക്കാനുള്ള സംവിധാനമില്ല. അപ്പോൾ ഈ അമ്മ എങ്ങനെയാണ് ഈ സിനിമാ രംഗത്തുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നത്? ഒരു ഓഫീസിൽ 5 6 പേരൊക്കെയോ മാത്രമുള്ള ഒരു ഓഫീസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതെങ്കിൽ എങ്ങനെ അമ്മ ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ്
എൻ്റെ സംശയം. ഏതായാലും ഇപ്പൊ പറയുന്നത് കേട്ടോ, അവിടെ എന്തോ അഴിമതി നടക്കുന്നുണ്ട്, നല്ല പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ക്യാമറയൊക്കെ മാറ്റി 5 മണിക്ക് ശേഷം വരുന്നവരുടെ പേര് എഴുതാൻ പാടില്ല, അങ്ങനത്തെ ഒരു രീതി. പിന്നെ ഈ പെൺകുട്ടിയോട് ഈ ഉണ്ണി ശിവപാല് മോശമായിട്ട് ഇടപെടുന്ന അമ്മ പ്രസിഡന്റ് മറ്റേ സേതാമേനോട് പരാതി പറയാൻ പാടില്ല. ഇപ്പൊ ആ പെൺകുട്ടി പറയുന്നത് ഇപ്പൊ ഇവരെ കുക്കു പരമേശ്വരനെ വീട്ടിൽ ഇരുത്തിയിട്ടുണ്ട്, ഉണ്ണി ശിവപാലിനെ ദുബായിക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരാ, നട്ടലുള്ള പെൺകുട്ടിയാണ്, മാപ്പ് പറയണം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. പിടിച്ചത് പുലിവാലാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരിപ്പോ ഇത്രയേലും ആശയെടുത്ത് ആ പെൺകുട്ടിയെ തിരിച്ചെടുത്തിട്ടുണ്ട്. കൊള്ളാലോ കുക്കു. കംപ്ലൈന്റ് പറഞ്ഞാൽ പിന്നെ ഞാൻ ഓഫീസിൽ തുടരാൻ പാടില്ല, ലെറ്റർ ഇട്ടാൽ അപ്പോഴേ ഓഫീസിൽ നിന്ന് ഞാൻ പൊയ്ക്കൊള്ളണം. ഉണ്ണിക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അയാളെ കട്ട് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ആര് ഉണ്ണി? കൊച്ചി രാജാവിന്റെ കൊച്ചുമോനോ? ഉണ്ണി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് എന്നൊക്കെയാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റുള്ളവരുടെ മുതുകത്ത് കയറലല്ലോ പരിപാടി. കൂടാതെ ഞാൻ പരാതിപ്പെട്ട ശേഷം കഴിഞ്ഞ മാസങ്ങളിൽ പലതവണ ഞാൻ ഓഫീസിൽ നിന്നും എപ്പോഴാണ് ജോലി അവസാനിപ്പിച്ചു പോകുന്നതെന്ന് എന്നോട് ജനറൽ സെക്രട്ടറി ഫോണിലൂടെയും നേരിട്ടും ചോദിക്കുകയുണ്ടായി. ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പ്രസിഡന്റിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ മുമ്പും ഫോണിൽ വിളിച്ചും അല്ലാതെയും എന്നെ ജനറൽ സെക്രട്ടറി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? ഓഫീസിലെ കാര്യങ്ങളെ ഓഫീസ് മാനേജർ, ഫ്രണ്ട് ഓഫീസ് മാനേജർ പ്രസിഡന്റിനോട് പറയുന്നു, മഹാപരാധമാണ്. അപ്പൊ അതിന് ജനറൽ സെക്രട്ടറി വഴക്ക് പറയണമല്ലോ. ഈ എന്തൊരു ജനാധിപത്യമാണ്. ട്രഷറർ ഉണ്ണി ശിവപാലിനെ കുറിച്ച് ഞാൻ ഒരു പരാതിയും പ്രസിഡന്റിനോട് പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ അന്തർധാര. ജനറൽ സെക്രട്ടറിയും ഉണ്ണി ശിവപാലും തമ്മിലുള്ള ഒരു അന്തർധാര. ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രസിഡന്റിനോട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈലോ പ്രകാരം ജനറൽ സെക്രട്ടറിയാണ് അവിടെ മുഴുവൻ ഉത്തരവാദിത്വവും, അല്ലാതെ പ്രസിഡന്റിനല്ല എന്നും ഓഫീസ് മാനേജറായ എന്നോട് ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ ജോലിക്കെടുത്തതിൻ്റെ പിറ്റേന്ന് മുതൽ ട്രഷറർ ഈ ഈഗോ യുദ്ധം തുടങ്ങിയതാണ്. തികച്ചും അൺപ്രൊഫഷണൽ ആയിട്ടാണ് കുക്കു നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ബിലോ ആവറേജ് ആണ് എന്ന് തുടങ്ങി 1 മാസം ആയപ്പോഴേക്കും കുക്കു ഞാൻ പറയുന്നതിനപ്പുറം പോവില്ല, നിങ്ങളെ ഞാൻ പറഞ്ഞു വിടുന്നത് നിങ്ങൾക്ക് കാണണോ എന്നൊക്കെ ഉണ്ണി ശിവപാൽ പറയുകയുണ്ടായി. ഇതിനൊക്കെ പുറമെ ഈ അടുത്ത ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് പോകാനിറങ്ങിയ നേരത്ത് ട്രഷറർ വരികയും തപാൽ അയക്കാൻ സെക്യൂരിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. സെക്യൂരിറ്റിയും ഞാനും പോയി കഴിഞ്ഞ് അതുല്ലിയും സെക്യൂരിറ്റിയും ഒരു വണ്ടിയിലാണോ പോയതെന്ന് ഹൗസ് കീപ്പിംഗ് ബോയിയോട് രഹസ്യമായി ചോദിച്ചതായും ഞാൻ അറിഞ്ഞു. എന്തൊരു കരുതലാണ് മാമ. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ കുറിച്ചുള്ള സെക്രട്ടറിയുടെയും ട്രഷററിന്റെയും നിലവാരമില്ലാത്ത പല കമന്റുകളും കേൾക്കാൻ ഇടയായിട്ടുള്ളതിനാൽ അത്തരം ഒരു ചോദ്യം ചോദിച്ചത് സ്വാഭാവികമായി കരുതാനേ കഴിയൂ. അപ്പോൾ അവിടെ നടക്കുന്ന പരിപാടി മനസ്സിലായില്ല, അപവാദ വ്യവസായം. ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് പബ്ലിക്കായി ഇരുന്ന് ജോയിന്റ് സെക്രട്ടറിയെ കുറിച്ച് സ്വഭാവഹത്യ ചെയ്തുകൊണ്ട്, അൻസിബാഹസിനെ കുറിച്ചാണ്, ജോയിന്റ് സെക്രട്ടറിയെ കുറിച്ച് സ്വഭാവഹത്യ ചെയ്തുകൊണ്ട് വളരെ മോശമായ രീതിയിൽ മോഹൻലാലിനെ ചേർത്ത് അശ്ലീലം പറഞ്ഞതും സരയുവിനെയും കൈലാഷിനെയും ചേർത്ത് പലതവണ ഇതേ രീതിയിൽ പറഞ്ഞിട്ടുള്ളതിനും ഞാൻ സാക്ഷിയാണ്. ആയതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറിയുടെയും ട്രഷറുടെയും ചിന്തയുടെ മാക്സിമം ഇതാണെന്ന് വ്യക്തമാണ്. അതുകൊള്ളാം. എക്സിക്യൂട്ടീവ് മെമ്പറായ സരയു മെയിൽ ചെക്ക് ചെയ്തതിന് മെയിൽസിന്റെ പാസ്വേഡ് മാറ്റുകയും ലോഗൌട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സരയു, സിജോയ്, ടിനി ടോം, കൈലാഷ് എന്നിവർ ആരെങ്കിലും ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്യാമറ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അവർ എപ്പോൾ വന്നു, എവിടെ ഇരുന്നു, ഏത് ഫ്ലോറിൽ കയറി, എന്നോട് എന്ത് ചോദിച്ചു, സംസാരിച്ചു എന്നൊക്കെ മാറിയും തിരിഞ്ഞും സെക്രട്ടറിയും ട്രഷററും ചോദിക്കാറുണ്ട്. അതേസമയം ട്രഷററും ജനറൽ സെക്രട്ടറിയും ഉള്ളപ്പോൾ അവരെ കാണാൻ വരുന്ന ഗസ്റ്റുകൾ രജിസ്റ്ററിൽ എഴുതാറില്ല, പ്രത്യേകിച്ച് 5 മണിക്ക് ശേഷം വരുന്നവർ. ഞാൻ ഒരിക്കൽ സെക്യൂരിറ്റിയോട് ഞാൻ ആൾ വരുന്നത് രജിസ്റ്ററിൽ എഴുതിക്കാത്തത് എന്താണെന്ന് ചോദിച്ചതിന് അവിടെ ആളുകൾ 5 മണിക്ക് ശേഷം വരികയും പോവുകയും ചെയ്യുന്നത് അതുല്യ എങ്ങനെ അറിഞ്ഞു, അതുല്യോട് എന്തിനു നിങ്ങൾ അറിയിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ജനറൽ സെക്രട്ടറി വഴക്ക് പറയുകയുണ്ടായി. അവിടെ പ്രോപ്പറായി ശരിക്കും അവിടെ ജോലിക്ക് ഈ പറയുന്ന യോഗ്യതയും ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, അപവാദം പറയാൻ പഠിക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, ഇത് അത്രയും മതി. കാരണം അവിടെ ഇരുന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞുണ്ടാക്കുന്ന ജോയിന്റ് സെക്രട്ടറി ആയ അൻസിബ ഹാസനും മോഹൻലാലും തമ്മിലുള്ള അവിഹിത കഥകളാണ്, കൈലാസും സരയും തമ്മിലുള്ള അവിഹിത കഥകളാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയ വാചകതാണ്, ഉണ്ണി ശിവപാല് ഏകാന്ത ഒറ്റയ്ക്ക് താമസിക്കുന്നവനാണ്, അതുകൊണ്ട് സഹകരിച്ച് പൊക്കോണമെന്നുള്ള രീതി. അപ്പം ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും കുക്കു പരമേശ്വരൻ നിൽക്കുകയായിരുന്നു. ട്രഷറർ ഉണ്ണി ശിവപാൽ പറയുമ്പോൾ ഈ ഉണ്ണി ശിവപാലും കുക്കു പരമേശ്വരൻ തമ്മിലുള്ള ബന്ധം എന്താ? എടുത്താ പൊങ്ങാത്ത കുറെ അധികം അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള വ്യക്തിയാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ കുക്കു പരമേശ്വരൻ. ഉണ്ണി ശിവപാലിനെ കേട്ടിട്ടുണ്ട്, അത്രയ്ക്ക് എനിക്ക് ഓർമ്മയില്ലേ സിനിമയാണെന്നും. സിനിമയല്ലെന്ന് തോന്നുന്നു. എന്താണേലും പണിയൊന്നും ഇല്ലാത്തവരാണ് ഈ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. എന്താണേലും ഒരു കാര്യം മനസ്സിലായോ, നൊട്ടാ കുരുക്കാത്ത നോണയും പരദൂഷണവും കുത്തിത്തിരിപ്പും മാത്രമാണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഇവരിവിടെ വന്ന് ക്യാമറ ഉണ്ടേലും ഇവർ ആ ക്യാമറയെ കണ്ടതാണേലും അവരെന്തു പറഞ്ഞു, എന്ത് ചോദിച്ചു, എവിടെ പോയിരുന്നു, എങ്ങനെയിരുന്നു, ഇതെല്ലാം അന്വേഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ സെക്യൂരിറ്റിയുടെ കൂടെ പോയപ്പോൾ തനി തറയല്ലേ, സെക്യൂരിറ്റിയുടെ കൂടെ ആ പെങ്കൊച്ച് പോയപ്പോഴത്തേക്കിന് അവരൊന്നിച്ചാണോ പോയെന്ന് ചോദിക്കുന്നു. അടുത്ത കേൾക്കാം. ഈ കത്താണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി അവധിയിൽ പോകാൻ തീരുമാനിച്ചു.
അൻസിബ ഹസൻ എന്ന് പറയുന്ന ജോയിന്റ് സെക്രട്ടറി രാജിവെച്ചു. ഉണ്ണി ശിവപാലിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനൊപ്പം ഈ അതുല്യ പ്രകാശൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ വീണ്ടും തിരിച്ചെടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അമ്മ എന്നൊക്കെ പറഞ്ഞ് വേണ്ടി നടിക്കുന്ന ഒരു സംഘടന, അതൊരു വലിയ സംഘടനയാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനൊന്നും അല്ല, ഒരു വലിയ ഗ്ലോറിഫൈഡ് ക്ലബ്ബ്, അത്രയേ ഉള്ളൂ. അവിടെ അവർ കൂടുന്നു, അവരുടെ ഒരു റിക്രിയേഷൻ സെൻറ്റർ പോലെ പ്രവർത്തിക്കുന്നു, അവരുടെ ക്ഷേമമൊക്കെ ഉറപ്പാക്കുന്നുണ്ട്, ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നേരത്തെ മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള ആളുകൾ നേതൃസ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞ് അവരെയൊക്കെ വല്ലാതെ അപമാനിതരാക്കി മാറ്റി നിർത്തിയിട്ട് വന്ന കമ്മിറ്റിയാണ്. പക്ഷേ സ്ത്രീകൾ, നടിമാർ ഭാരവാഹികളായി വന്നതുകൂടി ഈ സംഘടന സിനിമാ മേഖലയിൽ ഒരു ശുദ്ധീകരണം നടത്തും എന്ന് കരുതിയിരുന്ന ആളുകളെ വല്ലാതെ നിരാശയിലാഴ്ത്തുകയാണ് അവിടെ നടന്നൊരു പോരാട്ടം. ഈ കുക്കു പരമേശ്വരനൊക്കെ ഒരു സിനിമയെ കണ്ടിട്ട് കാലം എത്രയായി, ഏതെങ്കിലും കാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഈ സംഘടനയുടെ തലപ്പത്ത് വന്നു കഴിഞ്ഞ് തൻപോരിമയും അഹങ്കാരവും ഗുണ്ടായിസവും ബ്ലാക്ക് മെയിലിങ്ങും ഒക്കെ നടത്തുന്ന ആളുകളെ ഈ സംഘടനയുടെ തലപ്പത്തേക്കൊക്കെ കൊണ്ടുവരണോ എന്ന് 2 അല്ല 200 വട്ടം ആലോചിച്ചാലും കുഴപ്പമില്ല. എനിക്കറിയാം ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ ഒരാളുടെ കുടുംബം കലക്കാൻ തീരുമാനിച്ചു എന്നുള്ളത്. അത്തരമൊരു പരാതി വന്നത് എനിക്കറിയാം. അത് ഈ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മറ്റൊരാളുടെ കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭർത്താവ് കാണാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അയച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലീസ് സ്റ്റേഷൻ വരെ എത്തിയതാണ്. വിവരമൊക്കെ അറിയാം, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ അറിഞ്ഞതാണ്. നമ്മളതൊന്നും പബ്ലിഷ് ചെയ്തില്ല, കാരണം ഒരു സംഘടനയല്ലേ, വനിതകളല്ലേ, അതൊക്കെ അങ്ങ് നടന്നു പോവട്ടെ, അതൊക്കെ അവരായിട്ട് പരിഹരിക്കട്ടെ എന്ന് വെച്ചതാണ്. പക്ഷേ വ്യക്തിഹത്യ ചെയ്യുക, ആളുകളെക്കുറിച്ച് അപവാദം പറയുക. നോക്കൂ, സരയു എന്ന് പറയുന്ന നടിയെയും കൈലാഷിനെയും ചേർത്തിട്ട് അപവാദം പറയണം, അൻസിബയും മോഹൻലാലിനെയും ചേർത്ത് അപവാദം പറയണം എന്നൊക്കെ കുക്കുവും ഉണ്ണി ശോഭാലും ഈ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഈ സംഘടന മലയാള സിനിമയുടെ ലൈറ്റ് ഹൗസ് പോലെ നിൽക്കുന്ന നടന്മാരെയൊക്കെ മോശമാക്കാൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുമ്പോൾ വല്ലാത്ത ഷോക്ക് ഉണ്ടാവും. ഒരു അധോലോക സംഘടന പോലെ അമ്മയെ മാറ്റിയെടുക്കുകയാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറിയും ട്രഷററും എന്നാണ് അത്. ഇതിന്റെ ലാസ്റ്റ് പറഞ്ഞ ഒരു കുടുംബം തകർക്കാൻ നോക്കിയെന്ന് പറയുന്നത് ലക്ഷ്മി പ്രിയയെ പറ്റി അൻസിബ ഹാസനാണ് പറഞ്ഞത്. അത് കേസാവുകയും ഞാൻ ഇന്ന് ആലപ്പി അഷ്റഫിന്റെ വീഡിയോ കണ്ടിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അത് കേസാവുകയും അത് ഹിൽ പാലസ് വനിതാ പോലീസ് സ്റ്റേഷന് കേസായിട്ട് അവസാനം അത് മാപ്പ് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി മാപ്പ് പറഞ്ഞെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതേപോലെ തന്നെ ഒരു മാസം മുന്നേ നമ്മൾ നീനാക്കുറുപ്പും പിന്നെ അസഫ്യ വർഷവും ശാപവും എല്ലാം കൂടെ പറയുന്നത് കേട്ടായിരുന്നു ലക്ഷ്മി പ്രിയയുടെ. പലരും വീഡിയോ ചെയ്തിരുന്നു, ഞാൻ ചെയ്തില്ല. എന്നാലും അവരുടെ ആ വോയിസ് വന്നിട്ട് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഇട്ട് ആ വോയിസ് പുറത്താക്കി. അതും കുത്തിത്തിരിപ്പ് തന്നെയാണ് ഇവരൊക്കെ തമ്മിൽ. എന്നിട്ട് അത് സോഷ്യൽ മീഡിയ വരികയും പലരും എടുത്ത് റിയാക്ഷൻ ആ വീഡിയോ ചെയ്യുകയും ചെയ്തു. അന്നും ഇവരുടെയൊക്കെ ഭാഷയുടെ ആ സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലായതാണ്. ടോട്ടലി പറയുവാണെങ്കിൽ നമ്മൾ ഈ ക്യാമറയുടെ വെളിച്ചത്തിൽ ഇവര് ഒരു തിരക്കഥാകൃത്ത് എഴുതി കൊടുക്കുന്ന കഥാപാത്രങ്ങളിൽ ഇവരെ ഉൾക്കൊണ്ടങ്ങ് അഭിനയിച്ച് കാണിക്കുമ്പോൾ നമ്മൾ അത് കണ്ടങ്ങ് ലയിച്ചിരുന്ന് ആ കഥാപാത്രത്തിലൂടെ ഇവരെ നമ്മൾ ആരാധിച്ചു പോകും. യഥാർത്ഥ റീലും റിയാലിറ്റിയും രണ്ടാണെന്ന് പറയുന്നത് ഇവരുടെ സ്വഭാവമായിട്ട് അതിലേക്കത്തില്ല. ചില നടന്മാര് വാ തുറന്നാൽ അശ്ലീലം അല്ലാതെ വേറൊന്നും പറയില്ല. സ്ത്രീകളെ കണ്ട അവർക്ക് അമ്മയും പെങ്ങളൊന്നും ഉണ്ടെന്ന് പോലും തോന്നില്ല. അത്ര വൃത്തികൾ പറയുന്ന നടന്മാർ മലയാള സിനിമ പണ്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്നത്. അതുപോലെ സ്ത്രീകളെ ഇപ്പൊ ഈ സ്ത്രീകൾക്ക് നീതി മേടിച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് സ്ത്രീകളെ തെരഞ്ഞെടുത്ത് ഈ സ്ഥാനത്ത് തലപ്പത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോ ഇവര് പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ? എന്ത് തറയാണ് അവിടെ. പരദൂഷണവും കുത്തിത്തിരിപ്പാണ് നടക്കുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് വന്നിട്ട് എന്ത് ചെയ്തു, ഇവര് വന്നിട്ട് എന്ത് ചെയ്തു, മുഴുവൻ നേരെ ഇരുന്ന് ഉണ്ണി ശിവാലും കുക്കു പരമേശ്വരനോടെയുള്ള ഒരു ബന്ധം. ആ ബന്ധം അയാൾ എന്തു പറയുന്നു, ശരിക്കും പിമ്പിന്റെ പണി പോലെയല്ലേ കുക്കു പരമേശ്വരൻ ചെയ്യുന്നത്. കാരണം ശിവപാലിന് ഏകാന്ത കാമുകനായോണ്ട് ഈ പെണ്ണിനെ വളച്ചെങ്ങനെയും കിട്ടണം. അത് കിട്ടാൻ വേണ്ടി ഈ പെണ്ണിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാനസികമായിട്ട്. കാരണം ഈ അമ്മ സംഘടനയുടെ പ്രസിഡന്റായ സേതാ മേനോനോട് ഈ പെൺകുട്ടി ഇയാൾ ഇടപെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പരാതി പറയുമോ എന്നുള്ള ഒരു പരാതി പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. പരാതി പറയുമോ എന്നുള്ള പേടിയിൽ എപ്പോഴും ഫോൺ ചെയ്ത് കുക്കു പരമേശ്വരൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവസാനം എനിക്ക് നിന്നെ ഈസി ആയിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമെന്നും പറഞ്ഞു വിടുകയും ചെയ്തു. അതിനുശേഷമാണ് ആ പെൺകുട്ടി നേരെ അമ്മ സേതാമേനോന് പരാതി കൊടുക്കുന്നു. വലിയ ആക്ഷൻ ഒന്നും ഉണ്ടാകത്തോണ്ട് നേരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. അപ്പൊ ഇപ്പൊ അവര് വന്ന് മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ഇവര് ഉണ്ണി ശിവാലിനെ ദുബായിക്ക് പാക്ക് ചെയ്തു. കുക്കു പരമേശ്വരനെ വീട്ടിൽ ഇരിക്കാനും പറഞ്ഞു. അതുല്യക്ക് ജോലി തിരിച്ചും കൊടുത്തു. പക്ഷെ അതുല്യ ഉണ്ണി ശിവാല് വന്ന് ക്ഷമ പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല മിടുക്കിയായ പെങ്കൊച്ച്, നട്ടലുള്ള പെങ്കൊച്ച്. പക്ഷെ ഒന്ന് ആലോചിച്ച് ഇവരുടെ അവിടെ ജോലിക്കെടുക്കാൻ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട, പരദൂഷണവും കുത്തിത്തിരിപ്പ് പറഞ്ഞാൽ മതി.
ഇപ്പൊ ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെയായിരുന്നു. അൻസിബ ഇപ്പുറത്ത് ലക്ഷ്മിപ്രിയയെ പറ്റി എന്തോ പറഞ്ഞ വിഷയമായത്, ഇപ്പുറത്ത് കുക്കു പരമേശ്വരൻ അൻസിബ മോഹൻലാലിനെയും ചേർത്താണ് പറയുന്നത്. അപ്പൊ മൊത്തം ഇവർ ആസ്വദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പരദൂഷണം തന്നെ. അപ്പൊ പിന്നെ എന്താണ് ഇവര് ഒരു സ്ഥാപനത്തിലെ കാര്യം നടത്താൻ പറ്റാത്ത ഇവര് മലയാള സിനിമ പുതിയതായിട്ട് കടന്നു വരുന്ന ഏതെങ്കിലും പെൺകുട്ടിയെ ആരെങ്കിലും കയറി പിടിക്കുകയോ എടുക്കുകയോ ചെയ്താൽ ഇവർക്കൊരു പരിഹാരം കാണാൻ ഈ സ്ത്രീകൾക്ക് ആർക്കും സാധിക്കില്ല. ഒരൊറ്റ എണ്ണത്തിന്റെ സ്വഭാവ മഹിമയില്ല. സത്യം പറഞ്ഞാൽ ഇവര് ക്യാമറയ്ക്ക് മുന്നിൽ വന്നതെന്ന് കാട്ടിക്കൂട്ടുന്ന കണ്ട് അവരെ ആരാധിക്കുന്നത് നമ്മളെ പറഞ്ഞാൽ മതി എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.